രാഹുൽ മങ്കൂട്ടത്തിൽ MLA അറസ്റ്റിൽ ഇമെയിലായി ലഭിച്ച പുതിയ ലൈംഗിക പീഡന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെതിരെ പോലീസ് നടപടി. പാലക്കാട് KPM ഹോട്ടലിൽ നിന്നാണ് ഷൊർണൂർ DYSP മുരളീധരന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട പോലീസ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത്. ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച രാഹുൽ മങ്കൂട്ടത്തിലിനെ രാത്രി തന്നെ റോഡ് മാർഗം പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. രാഹുലിനെതിരെ മൂന്നാമതൊരു പരാതി കൂടി ലഭിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അർദ്ധരാത്രി 12:30 ശേഷം പോലീസിന്റെ രഹസ്യ നീക്കമുണ്ടായത്. പത്തനംതിട്ട സ്വദേശിനിയാണ് പുതിയ പരാതി നൽകിയത്. ബലാത്സംഗം ചെയ്തെന്നും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു. പത്തനംതിട്ടയിൽ FIR രജിസ്റ്റർ ചെയ്ത ശേഷം കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. SP പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രാഹുലിനെതിരെ പരാതി അന്വേഷിക്കുന്നത്. ഗർഭിണിയായ യുവതി ഭ്രൂണത്തിന്റെ DNA പരിശോധനയ്ക്ക് ഒരുങ്ങിയെന്നും ലാബ് രാഹുലിനോട് സാമ്പിൾ ആവശ്യപ്പെട്ടുവെന്നുമാണ് മൊഴി. പക്ഷേ DNA പരിശോധനയോട് രാഹുൽ സഹകരിച്ചില്ല. ഇതിനുള്ള തെളിവുകൾ തന്റെ പക്കൽ ഉണ്ടെന്നും പരാതി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതോടെയാണ് യുവതി രാഹുലിനെ പരിചയപ്പെടുന്നത്. റെസ്റ്റോറന്റിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞെങ്കിലും ഹോട്ടൽ മുറിയിലെത്താൻ രാഹുൽ ആവശ്യപ്പെടുകയായിരുന്നു. മുറിയിലെത്തിയപ്പോൾ കടന്നു പിടിക്കുകയും ബലപ്രയോഗത്തിലൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. കുഞ്ഞുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ലൈംഗിക പീഡനം. വിവാഹബന്ധം വേർപെടുത്തണമെന്നും താൻ വിവാഹം കഴിക്കാമെന്നും രാഹുൽ വാഗ്ദാനം ചെയ്തതായും യുവതി പറയുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഒന്നും സംഭവിക്കാത്തതുപോലെ വീണ്ടും രാഹുൽ അടുപ്പത്തിന് ശ്രമിച്ചു. പാലക്കാട് ഫ്ളാറ്റ് വാങ്ങിത്തരണമെന്ന് യുവതിയോട് ആവശ്യപ്പെട്ടു. വിവാഹം കഴിച്ച് ഒരുമിച്ച് അവിടെ താമസിക്കാമെന്നായിരുന്നു വാഗ്ദാനം. ഫ്ളാറ്റ് വാങ്ങാനായി ഒരു നിർമ്മാണ ഗ്രൂപ്പിനെ സമീപിച്ചെന്നും അത് നടന്നില്ല എന്നും യുവതി പറയുന്നു. പിന്നീട് സാമ്പത്തികമായി രാഹുൽ ചൂഷണം ചെയ്തു. രാഹുലിനെതിരെ മറ്റ് 2 ലൈംഗിക പീഡന പരാതികൾ വന്നതോടെ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പറയുന്നു. പരാതിയുമായി മുന്നോട്ട് വരുമെന്ന് കരുതിയായിരുന്നു ഭീഷണി. മാതാപിതാക്കളെയും സഹോദരിമാരെയും ഇല്ലാതെയാക്കുമെന്നായിരുന്നു ഭീഷണിയെന്നും പരാതിയിൽ പറയുന്നു. ആദ്യ ലൈംഗിക പീഡന കേസിൽ രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. രണ്ടാം കേസിൽ വിചാരണ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. പിന്നാലെയാണ് മറ്റൊരു കേസിൽ രാഹുൽ അറസ്റ്റിലാകുന്നത്. M5 ന്യൂസ്, പാലക്കാട്.